നമ്മള് വ്യാഴത്തിന്റെ കൃഷ്ണീയത്തില് വ്യാഴത്തിന്റെ സ്വരൂപത്തെ പറ്റി എന്താ പറയണെന്ന് നോക്കാം. ഗൗരോ മേധസ്സാരോ വിശാലകുക്ഷിർ ബൃഹസ്പതിർ ദീർഘ ഈഷത് പിംഗലകേശോ മധ്വർക്ഷ ശ്ലൈഷ്മികോ വാഗ്മി. അങ്ങനെ ഗൗരോ, ഗൗരം എന്ന് വെച്ചാല് ഗൗര നിറമുള്ളത് എന്ന് അർത്ഥം, വെളുത്ത നിറമുള്ളതും. മേധസ്സാരോ, മേധസ്സിന് പ്രാധാന്യമുള്ള ശരീരം, ഇത് ഇത്തിരി തടിച്ച ശരീരമായിരിക്കുന്നു. വിശാലകുക്ഷിർ, വലിയ ഉദരമുള്ളവനും. ബൃഹസ്പതി, ബൃഹസ്പതി എന്ന് വെച്ചാൽ വ്യാഴം. ദീർഘ, നല്ല പൊക്കമുള്ളവനും, നല്ല വണ്ണവും പൊക്കമുള്ളവനും, നല്ല വിശാലമായിട്ടുള്ള ഉദരം ഉള്ളവനും, വെളുത്ത നിറമുള്ളവനും. ഈഷത് പിങ്കളകേശോ, ചെറിയ തോതിലുള്ള ഒരു ചുവപ്പ് നിറം കലർന്നിട്ടുള്ള തലമുടിയും, ചെമ്പിച്ച തലമുടി എന്ന് പറയും. മധു അക്ഷ, മധു എന്ന് വെച്ചാൽ തേനിന്റെ, അക്ഷ എന്ന് വെച്ചാൽ കണ്ണിന് തേനിന്റെ നിറമുള്ളവനും. ശ്ലേഷ്മികോ, ശ്ലേഷ്മ പ്രകൃതിയും. ശ്ലേഷ്മ വെച്ചാല് വാതപിത്ത കഫപ്രകൃതി എന്നർത്ഥം. ശ്ലേഷ്മികോ വാഗ്മി, വാഗ്മി എന്ന് വെച്ചാല് ധാരാളം സംസാരിക്കാൻ കഴിയുന്ന, പണ്ഡിതനായിരിക്കുക, അനേകം വിഷയങ്ങളെ പറ്റി സംസാരിക്കാൻ കഴിയുക, അങ്ങനെയുള്ളവനാണ്. ഗൗരവ മേധസ്സാരോ വിശാലകുക്ഷിർ ബൃഹസ്പതിർ ദീർഘ ഈഷത് പിങ്കളകേശോ മധ്വക്ഷ ശ്ലൈഷ്മികോ വാഗ്മി. 1-ാം അധ്യായത്തിൽ 27-ാം ശ്ലോകം. വ്യാഴം വെളുത്ത നിറമുള്ളവനും മേധസ് എന്ന ധാതുവിന് ബലമുള്ളവനും വിസ്തൃതമായ വയറുള്ളവനും പൊക്കം കൂടിയവനും അല്പം മഞ്ഞ നിറമുള്ള തലമുടിയോട് കൂടിയവനും തേൻ നിറമുള്ള കണ്ണുള്ളവനും കഫപ്രകൃതിയും വാക്സാമർഥ്യമുള്ളവനുമാവും. ആണ് വാഗ്മി എന്ന് പറഞ്ഞാല് വാക്സാമർഥ്യമുള്ളവനാണ്, വാക്സാമർഥ്യമുള്ളവൻ. ബൃഹത്തനു പിംഗല മൂർധജേക്ഷണോ ബൃഹസ്പതി ശ്രേഷ്ഠമതി കഫാത്മക. ഇങ്ങനെയാണ് കോരയില് 2-ാം അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകത്തിന്റെ ആദ്യം പറഞ്ഞിട്ടുള്ളത്. ബൃഹത്ത് എന്ന് വെച്ചാൽ നല്ല വലിയ ശരീരമുള്ളവർ. പിംഗല മൂർധജേക്ഷണോ, മൂർധജം എന്ന് വെച്ചാല് തലമുടി. ഈക്ഷണന്റെ കണ്ണും തലമുടിയും പിംഗലം, ചെമ്പിച്ച നിറമുള്ളവനും. ബൃഹസ്പതി വ്യാഴം ശ്രേഷ്ഠമതി, നല്ല ബുദ്ധിയുള്ളവനും. ശ്രേഷ്ഠമായ മതി എന്ന് വെച്ചാൽ ബുദ്ധി നോക്കാം. ശ്രേഷ്ഠമായ ബുദ്ധിയുള്ളവനും കഫാത്മകൻ, കഫപ്രകൃതിയായിട്ടിരിക്കുന്നവൻ എന്നർത്ഥം. ബൃഹത്തനു പിംഗലമൂർധജേക്ഷണവും ബൃഹസ്പതി ശ്രേഷ്ഠമതി കഫാത്മക എന്നാണ് വരാഹോരയിൽ പറഞ്ഞത്. പിന്നെ കുറച്ചും കൂടെ വിശദമായിട്ട് പിന്നെ കൃഷ്ണത്തിൽ പറഞ്ഞ് ഗൗരവ വെളുത്ത രൂപം. മേധസ്സാരോ, സാരം മേധസ്, ശരീരത്തിനകത്തുള്ള മാംസത്തിനാണ് മേധസ് എന്ന് പറയുന്നത്. വിശാലകുക്ഷികൾ, വലിയ വയറുള്ളവനും. ബൃഹസ്പതി ദീർഘ, നല്ല പൊക്കമുള്ളവനും. ഈഷത് പിംഗളകേശോ മധ്വക്ഷ. ഇവിടെ നേരത്തെ അവിടെ പറഞ്ഞത് മൂർധജേക്ഷണോ, പിംഗല മൂർധജേക്ഷണ, തലമുടിയും കണ്ണും ചെമ്പിച്ചതാണെന്നാണ് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പിംഗളകേശോ, തലമുടി അല്പം ചെമ്പിച്ചതും, മധ്വക്ഷ, മധുവിന്റെ നിറമുള്ള കണ്ണ് കലങ്ങിയവൻ എന്നർത്ഥം. രക്തത്തിന്റെ സാന്നിധ്യം കുറവാണ്, പക്ഷെ കലങ്ങിയ കണ്ണുകളാണ്. ശ്ലേഷ്മികോ, ശ്ലേഷ്മ പ്രകൃതിയാണ്, കഫപ്രകൃതിയാണ്. വാഗ്മീയം. ഗൗരവ മേധസ്സാരോ വിശാലകുക്ഷിർ ബൃഹസ്പതിർ ദീർഘ ഈഷത് പിംഗളകേശോ മധ്വക്ഷ ശ്ലൈഷ്മികോ വാഗ്മി. വ്യാഴം വെളുത്ത നിറമുള്ളവനും മേധസ് എന്ന ധാതുവിന് ബലമുള്ളവനും വിസ്തൃതമായ വയറുള്ളവനും പൊക്കം കൂടിയവനും അല്പം മഞ്ഞ നിറമുള്ള തലമുടിയോട് കൂടിയവനും തേൻ നിറമുള്ള കണ്ണുകളുള്ളവനും കഫപ്രകൃതി വാക്സാമർഥ്യമുള്ളവനുമാകുന്നു എന്നാണ് ഈ ശ്ലോകം കൊണ്ട് കൃഷ്ണാചാര്യർ വ്യാഴത്തിന്റെ സ്വരൂപത്തെ പറഞ്ഞിട്ടുള്ളത്. ഒക്കെ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.